നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ സെബാസ്റ്റ്യന് ചില പരാതികളുണ്ട്. പോലീസിന് മുന്നിൽ വാ തുറക്കാതിരുന്ന സെബാസ്റ്റ്യൻ കോടതിക്ക് മുന്നിൽ വാ തുറന്നു. പക്ഷേ പോലീസിന്റെ കുറ്റം പറയാനാണ് എന്ന് മാത്രം. കടുത്ത ക്ഷീണവും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടും കൊണ്ട് അവശനാണ് എന്നാണ് ജൈനമ തിരോധാന കേസിലെ പ്രതി സെബാസ്റ്റ്യൻ കോടതിയിൽ പറഞ്ഞത്. കാല് നീര് വെച്ചിരിക്കുന്നതിനാൽ നടക്കാനും മറ്റ് ബുദ്ധിമുട്ടുണ്ടെന്നും സെബാസ്റ്റ്യൻ ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപാകെ അറിയിച്ചു. ക്രൈംബ്രാഞ്ച് നൽകിയ കിടക്ക മോശമാണെന്നും ഉറക്കം കിട്ടില്ലെന്നും പറഞ്ഞ സെബാസ്റ്റ്യൻ മറ്റൊരു കിടക്ക വേണമെന്നും കോടതിയിൽ ആവശ്യപ്പെട്ടു. നിയമസഹായം വേണോ എന്ന് കോടതി ചോദിച്ചു. സ്വന്തം നിലയിൽ അഭിഭാഷകനെ വെച്ചുകൊള്ളാമെന്നായിരുന്നു മറുപടി. പ്രതിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മുഖവിലക്കെടുത്ത എല്ലാ ദിവസവും വൈദ്യസഹായം ലഭ്യമാക്കണമെന്നും മരുന്ന്, ഭക്ഷണം, വെള്ളം തുടങ്ങിയവ കൃത്യമായി നൽകണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് കോടതി നിർദ്ദേശവും നൽകി. അതേസമയം ഏറ്റുമാനൂർ അതിരമ്പുഴ സ്വദേശി ഷിനി ജയനമ്മയുടെ തിരോധാന കേസിലെ പ്രതി പള്ളിപ്പുറം ചെങ്ങത്തുറ CM സെബാസ്റ്റ്യന്റെ കാറിൽ നിന്നും കത്തിയും, ചുറ്റിക, ഡീസൽ മണമുള്ള കന്നാസ്, പൾസ് എന്നിവ ക്രൈംബ്രാഞ്ച് ഇന്നലെ കണ്ടെത്തിയിരുന്നു. വെട്ടിമുകളിൽ സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്നുമാണ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കേസിൽ നിർണായകമാകുന്ന തെളിവുകൾ കിട്ടിയത്. വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്ന സെബാസ്റ്റ്യന്റെ കാറ് പിടികൂടിയ 20 ലിറ്ററിന്റെ കന്നാസിൽ ഡീസൽ വാങ്ങിയതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യന്റെ ചേർത്തലയിലെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ വാച്ചിന്റെ ഡയല്, ചെരുപ്പുകളും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഇതേസമയം മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കോട്ടയത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് ഇന്നലെ രാത്രി വെട്ടിമുകളിലെ വീട്ടിൽ പരിശോധനയ്ക്കായി എത്തിയത്. സെബാസ്റ്റ്യനെ കോടതി 7 ദിവസത്തേക്ക് കൂടി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതി ജഡ്ജി A. നിസാമാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. പ്രതി സെബാസ്റ്റ്യൻ തന്നെ എന്നതിന് തെളിവുണ്ടെന്നും കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യൻ ചേർത്തലയിലെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ സ്ത്രീയുടേതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ജയനമ്മയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധനാ ഫലം, മറ്റ് രാസപരിശോധനാ ഫലങ്ങളും പുറത്തുവരേണ്ടതുണ്ട്. ജയനമ്മയുടെ ഫോൺ കണ്ടെത്തണം. പ്രതിയുടെ മൊഴികളിൽ പലതും വിശ്വസനീയമാകുന്നതല്ല എന്നും ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചു. CCTV ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും ടെലിഫോൺ വിളികളും പ്രതി സെബാസ്റ്റ്യൻ തന്നെയെന്ന് തെളിയിക്കുന്നതാണ്. പക്ഷേ ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിലും പ്രതി സഹകരിക്കുന്നില്ല എന്നും അന്വേഷണ സംഘം കോടതിയെ ബോധിപ്പിച്ചു. Mana.